ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാലോം TV യുവജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങളെ മനസ്സിലാക്കുവാനും ഈ കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെ വിശുദ്ധിയോടും നന്മയോടും സമാധാനത്തോടെ ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നതിനെ പറ്റിയുള്ള ചെറിയ സംസാരങ്ങൾ, അത് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നതെന്ന് പരിചയപ്പെടാം. ജോൺസൺ സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഡോക്ടർ ജോൺസൺ. കണ്ണൂർ സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്ലീസ്. ക്ലിൻറ്റ്. എൻ്റെ പേര് ക്ലിൻറ്റ് ജോസഫ്. ഞാൻ സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിസ്റ്റായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അജീന ജോസഫ്. ഞാൻ കൈതപ്പോയിൽ ലിസ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജിയിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായിട്ട് ഇവരെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്തതെല്ലാം യുവജനങ്ങളുടെ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ കാര്യം ഇനി നമ്മൾ പല എപ്പിസോഡുകളും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ചർച്ച നടത്തും. കാരണം അത്ര കണ്ട് ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ മാനസികാരോഗ്യം, ടീനേജിൻ്റെ മാനസികാരോഗ്യം അതിഭീകരമാകുന്ന ക്രൈസിസിലാണ്. അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ യുവജനങ്ങളൊക്കെ പറഞ്ഞത് അവർ അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സഹായങ്ങൾ കൊടുക്കാൻ പറ്റിയാൽ നമുക്കൊരു തലമുറയെ സേവ് ചെയ്യും. ഇല്ലെങ്കിൽ ആത്മഹത്യ പോലെയുള്ള അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസോർഡേഴ്സിലേക്ക് അവർ മൂവ് ചെയ്യും. അടുത്തിടെ എൻ്റെ ഒരു അയൽവാസിയായിരുന്നൊരു പെൺകുട്ടി 26-ാം വയസ്സിൽ അവൾ മരിച്ചു. ആത്മഹത്യയൊന്നുമല്ല, നാച്ചുറൽ ഡെത്ത്. അവൾക്ക് ഹാർട്ട് ഫെയിലർ ആയിരുന്നു. 26 വയസ്സേ ഉള്ളൂ. ടോപ്പറായിട്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചതാണ്. CA ഫസ്റ്റ് ചാൻസിൽ പാസ്സായതാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. കേരളത്തിന് പുറത്തായിരുന്നു. ഫുഡ് മേടിച്ചിട്ട് മുറിയിലേക്ക് കയറിപ്പോയ വഴി അവിടെ കൊളാപ്സായി മരിച്ചുപോയി. ഇതൊരാളുടെ കഥയല്ല, ഈ ഒരു സീരീസ് ഓഫ് നമ്മളപ്പോൾ ഇപ്പോൾ പിന്നെ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ വാക്സിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഡിസ്കഷൻ പറ്റുന്ന പ്രൈമറി പോയിന്റ് നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ എത്രമാത്രം, നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഇത്, നമ്മുടെ സ്പിരിച്വൽ വെൽനെസ്, ഇതൊക്കെ എത്രമാത്രം നമ്മൾ കരുതുന്നുണ്ട്. നമുക്ക് സെൽഫ് കെയർ എന്നൊരു ടൈറ്റിൽ വേണം പറയാൻ. ഈ സെൽഫ് കെയർ, അതിനകത്ത് സ്പിരിച്വൽ സെൽഫ് കെയർ ഉണ്ട്, മെൻ്റൽ സെൽഫ് കെയർ ഉണ്ട്, ഫിസിക്കൽ സെൽഫ് കെയർ ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പറയുന്ന എല്ലാ മാനസിക രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി, ഒരു സെൽഫ് കെയർ സിസ്റ്റം, ആ ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ള, അത് നമുക്ക് സ്വന്തമായിട്ട് ആർജിച്ചെടുക്കും. ചിലപ്പോൾ പുറത്തെ ഹെൽപ്പ് വേണമായിരിക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ടേബിൾ ലൈഫ് എന്നോ അല്ലെങ്കിൽ ഒരു വെൽ മെയിൻറ്റെയിൻ ആയിട്ട് സിസ്റ്റം എന്നൊക്കെ നമുക്കോട് പറയാം. അപ്പോൾ നമുക്കൊന്ന് ഫിസിക്കലൊക്കെ തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഏറ്റവും നമ്മൾ പ്രൈമറി കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. സാർ, നമുക്കൊരു ഫിസിക്കൽ വെൽനെസ്സിനും ഒരു സെൽഫ് കെയറിനും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ബേസിക്കലി സെൽഫ് കെയർ വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണത്. നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പീരിയഡിക്കായിട്ട് മെയിൻ്റെനൻസ് ചെയ്യും, എല്ലാ ദിവസവും സർവീസ് ചെയ്യും. നമ്മൾ എത്ര തവണ നമ്മളെ സർവീസ് സ്റ്റേഷനിൽ കയറ്റുന്നുണ്ട് എന്ന് മാത്രം ചോദ്യമാണത്. അപ്പോൾ അത് നമ്മുടെ സമയക്കുറവോ അതോ നമ്മുടെ ഇതിൻ്റെ അജ്ഞതയോ എന്തോ ആയിക്കോട്ടെ, ഫിസിക്കൽ എക്സസൈസ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫിസിക്കൽ എക്സസൈസും മാനസിക ആരോഗ്യവും തമ്മിൽ ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ, അതൊരു നാച്ചുറൽ പെയിൻ കില്ലറാണ്. ഈ പെയിൻ കില്ലർ നമ്മുടെ ഒരു നാച്ചുറലായിട്ട് നമ്മുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കും എന്നുള്ളതാണ്. അതൊരു ബെസ്റ്റ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ്. രണ്ടാമത്തേത് നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ലെവൽ. ഒരാൾ എക്സസൈസ് ചെയ്യുന്നത് ഒരു കോർട്ടിസോൾ ലെവലിൻ്റെ റെഡ്യൂസ് ചെയ്യുകയും സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും പറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ് മാനേജ് ചെയ്യാൻ ഓക്സിറ്റോസിൻ ഹോർമോൺസ് റിലീസ്, ഇതൊക്കെ നമ്മുടെ എക്സസൈസ് വഴി കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റുകളാണ്. ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ എല്ലാ വർഷം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കുറേ തീരുമാനങ്ങൾ എടുക്കുമല്ലോ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ള ആനുവലായിട്ടുള്ള തീരുമാനങ്ങളും ഇതൊക്കെ ആയിരിക്കും. എക്സസൈസ് തുടങ്ങും, പോയി ജിമ്മിൽ ചേരും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപകടങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ജിം എക്സസൈസ് ചെയ്തുകൊണ്ട് സമയത്തൊക്കെയാണ് പലപ്പോഴും ഹാർട്ട് ഫെയിലായിട്ട് മരിച്ചു പോകുന്നത്, പ്രോപ്പറായിട്ട് ഇത് ചെയ്യാതെ. പിന്നെ സർവ്വ ഏറ്റവും പ്രൈമറി സാധനമാണ് ഫിസിക്കൽ എക്സസൈസ് ഓർ ഫിസിക്കൽ ഗെയിംസ്. എല്ലാവർക്കും എക്സസൈസ് വർക്കൗട്ട് ആവത്തില്ല കേട്ടോ. കാരണം ചിലർക്ക് ജോഗിങ്ങിന് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ റെഗുലറായിട്ട് ജിമ്മിൽ പോകാൻ പറ്റും. ചിലർക്ക് പക്ഷേ ഗെയിംസ് തന്നെ വേണം. അതായത് ഫിസിക്കലി മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന, എന്നാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് സാധിക്കുന്ന സാധനം
ഐഡന്റിഫൈ ചെയ്യുക, ചെയ്യുക. അതിനുവേണ്ടി കൺസിസ്റ്റൻസി ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോ നമ്മുടെ ഒരു പുതിയൊരു ബുക്ക് ഇറക്കണം, ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്റെ. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ബോഡി ബിൽഡിങ്ങിന് പോകുന്നതിന് ഒരു ഡ്രീമോ അല്ല ഗോളോ അല്ല നമ്മൾ മുന്നേ കാണേണ്ടത്. നമ്മളൊരു സമ്പ്രദായം ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ഡെയിലി ഒരു 1% ഇൻക്രീസ് ചെയ്താൽ 37 മടങ്ങ് മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളൊരു തീരുമാനങ്ങൾ അതെങ്ങനെ നടപ്പിലാക്കണം, ഒരു ചെറിയ ഒരു മാറ്റം ഡെയിലി നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ ഒട്ടേറെ, അതായത് മാനസിക മേഖലയിൽ ഫിസിക്കൽ എക്സസൈസ് ഒട്ടേറെ ചേഞ്ചസ് ഉണ്ടാക്കും. തീർച്ചയായും. ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഫിസിക്കൽ എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുള്ളത് ഉണ്ട്. ഇപ്പോൾ 2 ദിവസം പച്ച പറഞ്ഞ പോലെ എല്ലാവരും യുവാക്കളെല്ലാം കളിക്കാനൊക്കെ പോകും. ഒരു 2 ദിവസം പോവും, പിന്നെ 2 മാസം പോവില്ല, പിന്നെ അപ്പോൾ അതൊരു ഡെയിലി റൊട്ടീൻ ആവണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇപ്പം നമുക്ക് പറയുന്ന പോലെ നമ്മൾ തെറാപ്പിയിൽ പറയുന്ന സോഷ്യൽ റിതം തെറാപ്പി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പേഷ്യൻസിനൊക്കെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കിടക്കുമ്പോൾ വരെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് അവരെ അതിൽ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പം അതുപോലെ എല്ലാ ഇൻഡിവിജ്വൽസിനും, അതായത് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു സോഷ്യൽ റിതം തെറാപ്പി ആപ്റ്റബിൾ ആണ്. സെൽഫ് കെയറിന് ഒരു അടിസ്ഥാനപരമായ തത്വമാണ് സാർ പറഞ്ഞത്. ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ടൈം ടേബിളിനെ പറ്റി ഒരു രസകരമായ ഒരു സ്റ്റോറി ഉണ്ട്, ഈ ഡോൺ ബോസ്കോയുടെ ലൈഫിൽ നിന്നാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഡോൺ ബോസ്കോയുടെ ഏറ്റവും ഫേവറേറ്റ് ശിഷ്യനായിരുന്നു ഡൊമിനിക് സാവിയോ. കുഞ്ഞു പയ്യനുണ്ട്. ഡൊമിനിക് സാവിയോ എപ്പോഴും ക്രേവിംഗ് ആണ്, എങ്ങനെയൊരു വിശുദ്ധനാവണം, ഭയങ്കര ക്രേസി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഡൊമിനിക് സാവിയോ ഒരു ദിവസം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വിശുദ്ധനാവണം, എവിടെ എല്ലായിടത്തും ചോദിക്കും. ഞാൻ ഡോൺ ബോസ്കോ മടുത്ത് ഒരു ദിവസം ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കും, അപ്പോഴും ചോദിക്കും എങ്ങനെ വിശുദ്ധനാവും പറ. അപ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ മേളി മുറിയിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ് റൂം എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ വിശുദ്ധനാവാന്ന്. പോയി ഓടിപ്പോയി നോക്കാൻ പറയും. അപ്പം ഫുട്ബോളൊക്കെ ഇട്ട് ഓടി മേളിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബോർഡിൽ ആ മാസത്തെ പുതിയ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എഴുതേക്കണം, 5:30 പള്ളി വരണം, 6 മണിക്ക് കുർബാന, 7 മണിക്ക് 7:30 ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് പണിക്ക് പോകണം, 10 മണിക്ക് ക്ലാസ്സിൽ വരണം. അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും, മനുഷ്യനെ പറ്റിക്കുവാണോ? അപ്പോൾ ഡോൺ ബോസ്കോ പറയുന്നുണ്ട്, നിനക്ക് വിശുദ്ധനാവണോ, നിനക്ക് സ്വർഗത്തിൽ പോകണം, ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മാത്രം മതി. കൺസിസ്റ്റൻസി ഇവിടെ മാറ്ററാവുന്നത്. അത് ആത്മജീവിതത്തിലായാലും ഫിസിക്കലായാലും മെന്റലായാലും കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. സെൽഫ് കെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പർട്ടിക്കുലർ ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അറ്റ് ദ ബിഗിനിങ് മുതൽ നമ്മുടെ ലൈഫിന്റെ എൻഡ് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അധികം അസിസ്റ്റൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. കുറച്ചും കൂടി സ്പിരിച്വൽ ആസ്പെക്ട് കൂടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രെയറുമായിട്ട് അഡോറേഷനൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന കാര്യമാണ്. അപ്പോൾ കുറഞ്ഞ സമയം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് നമുക്ക് എന്താണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഒന്ന് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അതായത് ഈ വിദേശങ്ങളിലൊക്കെ ഉള്ള ഒരു കൾച്ചർ പ്രത്യേകത, അവരെല്ലാ ദിവസവും എക്സസൈസിന് പോകാറില്ല. നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ കളിക്കാൻ പോകുകയാണെങ്കിൽ തിങ്കൾ ടു ഞായർ കളിക്കാൻ പോകുന്നുണ്ട്. വിദേശങ്ങളിൽ MWF എന്നൊക്കെ പറഞ്ഞവർ തിങ്കൾ, ബുധൻ, വെള്ളി, അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി, അങ്ങനെയൊക്കെ ഞായറാഴ്ച പോകാറില്ല. അത് മതി, ഒരു 3 ദിവസം നല്ല എക്സസൈസ് മതി. അതും മിക്കവാറും അവർ പോകുന്ന ഫാമിലി ആയിട്ടായിരിക്കും. ഞാനൊരു ബാഡ്മിൻ്റൺ ക്ലബ്ബ് ഈ വിദേശത്ത് പഠിച്ചപ്പോൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് റെഗുലറായിട്ട് ഫാമിലീസ് വരുന്നുണ്ട് അവിടെ. അവർ തന്നെ ഒരു 2 ഫാമിലീസ് കളിക്കാൻ ആവശ്യമുള്ള ആൾക്കാരാവും. അവരുടെ കോർട്ട് വാടക എടുക്കുന്നു, ഒരു 3-4 മണിക്കൂർ കളിക്കുന്നു, അത് അടുത്ത ആഴ്ച വരുന്നു. ഭയങ്കര രസകരമാണ് ഈ ഒരു. അപ്പോൾ ഒരു ഫിസിക്കൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ എക്സസൈസ് ഓർ ഗെയിംസ്. അതുപോലെയാണ് സ്ലീപ്പ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെയും വെൽബീയിങ്ങിന്, അത് ഏതായാലും സ്പിരിച്വൽ മെൻ്റൽ ഏതായാലും ഈ അൾട്ടിമേറ്റ് സാധനമാണ് സ്ലീപ്പ്. സാറിന് സ്ലീപ്പിനെ പറ്റി എന്തെങ്കിലും? സ്ലീപ്പ് ശരിക്കും നമുക്ക് ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് സ്ലീപ്പ് എന്ന് പറയും. ഓക്കെ, ശരിക്കും നമ്മൾ പകൽ മുഴുവനും നമ്മുടെ ബ്രെയിൻ അലേർട്ടായിട്ട് അറൗസ്ഡായിട്ട് ഇരിക്കുന്ന സമയം, അതിനെ ഒന്ന് റെസ്റ്റ് കൊടുക്കുക. പണിയെടുക്കുന്നവരെ പറ്റിയല്ലേ? അതെ, അല്ലെ, ഈവൻ പണിയെടുത്തില്ലെങ്കിൽ പോലും ബ്രെയിൻ അലേർട്ടാണ്. ഇപ്പം ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ പലതരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന്, നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻ, തീരുമാനങ്ങൾ എടുക്കാനും പഠിക്കാൻ, അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, അറ്റൻഷൻ, അപ്രോപ്രിയേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനെല്ലാം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 2, ഫിസിയോളജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ BP കൂടാം, ദേഷ്യം കൂടാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് പറഞ്ഞ പോലെ ഈ ഉറക്കം കൊണ്ട് പല
മറ്റു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ ഉറക്കം ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങൾ ഉറക്കമില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറക്കത്തിന് ഏറ്റവും സാധാരണ ഈ ഒരു ലേറ്റ് നൈറ്റ് ഉറക്കം നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനെ, ബ്രെയിൻ സെൽസിനെ ഈറ്റ് ചെയ്യപ്പെടുന്ന പറയുന്ന തിയറികൾ ശരിയാണ്? വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ മെലാറ്റോണിൻ ഹോർമോൺ അതാണ് ഉറക്കത്തിൽ ഏറ്റവും ഡിസൈസീവ് റോള്. അതായത് നമ്മൾ ഒരു ലൈറ്റ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മെലാറ്റോണിൻ ഹോർമോൺ വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക് എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക. സ്ലീപ്പ് ഹൈജീനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയുക റൂം നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ചിട്ടയോടുകൂടി ആക്കി. ചിലർ അവിടെ ഇരുന്ന് പഠിക്കും, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങും, അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ബെഡ് ഈസ് ഓൺലി ഫോർ സ്ലീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക, നീറ്റായിട്ട് വെക്കുക. ലൈറ്റ് പുറത്തുനിന്നുണ്ടെങ്കിൽ ഉറക്ക സമയത്ത് ലൈറ്റ് പുറത്തുനിന്ന് വരുന്നെങ്കിൽ ഡാർക്ക്നെസ് ഉണ്ടാക്കുക, കൂൾ എൻവയറമെന്റ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു സ്ലീപ്പ് ഹൈജീനിൽ നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ. ചിലർക്ക് മുറിയിലേക്ക് കയറുമ്പോൾ നോഹയുടെ പേടകത്തിൽ കയറുന്ന പോലെ എല്ലാം കാണും. നമ്മൾ വകഞ്ഞു മാറ്റിയൊക്കെ അകത്ത് കയറി പോകേണ്ടി വരും ചില സമയത്തൊക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് ഹൈജീൻ. കുട്ടികൾ, യുവാക്കൾ പഠിക്കുന്ന ബുക്ക് പില്ലോടെ ഇടതുവശത്തും വലതുവശത്തും ഉണ്ടാവും, താഴെ ഇട്ട ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉറക്കത്തെ ആക്ച്വലി അവരുടെ നോർമൽ ഗുഡ് സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പ്രിൻസിപ്പിൾ പറയാറുണ്ട്, 3-2-1 പ്രിൻസിപ്പിൾ. 3 hours വി ഹാവ് ടു സ്റ്റോപ്പ് മീൽ. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 3 മണിക്കൂർ മുമ്പ് കഴിക്കുക, 2 മണിക്കൂർ മുമ്പ് എല്ലാ പേഴ്സണൽ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്യുക, 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഓൾ ഇലക്ട്രോണിക് ഡിവൈസ് സ്റ്റോപ്പ് ചെയ്യുക. 3-2-1. അത് ഹൈ ടാസ്ക് ആണ്. പക്ഷേ ഇത് ശരിക്കും കാരണം ഇലക്ട്രോണിക് ഡിവൈസ് 1 മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്തില്ലെങ്കിൽ ബ്ലൂ റൈസ് നമ്മുടെ ത്രൂ അവർ ഐസ് അത് നമ്മുടെ ഉറക്കത്തെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് അലേർട്ട് ആവാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിലെ ഉറക്കം കിട്ടാത്തവരോട് നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിക്കുക. അല്ലെങ്കിൽ എഡിറ്റോറിയൽ, ചില ആൾക്കാർക്ക് എഡിറ്റോറിയൽ ഇഷ്ടമുണ്ടാവില്ല. ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ എടുത്ത് വായിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം വരും. ഓക്കെ, ഉറക്കം കുറയുന്നുള്ളതാണ് അവിടെ. അത് ആക്ച്വലി ഒരു അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഇതിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നതാണ്. ഈ 3-2-1 അവസാനത്തെ 1 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 3-2-1 പ്രിൻസിപ്പിൾ എല്ലാവരും ഓർത്തിന് നല്ല കാര്യം. 1 ശരിക്കും പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് ആണ്. എങ്ങനെ ഈ ഫോണ്, ലാപ്ടോപ്പ് അതുപോലെ സാധനങ്ങൾ മാറ്റും. അത് സെൽഫ് കെയറിൽ ഇമ്പോർട്ടൻസ് ആണ്. ഡിജിറ്റൽ ഡീടോക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഓർ ഡിജിറ്റൽ ഹൈജീൻ എന്നുള്ളത്. നമുക്ക് അതൊന്ന് സംസാരിച്ചു തുടങ്ങാൻ വിചാരിക്കുന്നു. ഡിജിറ്റൽ ഹൈജീൻ, ഡിജിറ്റൽ ഡീടോക്സ്. അതെ, നമ്മൾ ഡിജിറ്റൽ ഹൈജീനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ടും ഇപ്പം ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി മുതൽ ഫോണില്ലാണ്ട് ഉറങ്ങാത്ത, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത, ഈവൻ സംസാരിക്കാത്ത. സെക്കൻഡ് മം അറ്റ് ഹോം ഫോർ എ ബേബി ഈസ് ഫോർ മൊബൈൽ ഫോൺ. അതെ. അപ്പോൾ ആ ഒരു യുഗത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ സെഷൻസിനൊക്കെ വരുന്ന പേഷ്യൻസിനോട് പോലും കൂടി നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ്, ഞാൻ 1 മണിക്കൂർ 3-2-1 പറയാറില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വെക്കണം എന്ന് പറയുമ്പം അതുപോലും പറ്റാത്ത ആൾക്കാരുണ്ട് ഒരു അരമണിക്കൂർ മുമ്പ്. അപ്പം സാർ പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. കാരണം ഈ മൊബൈൽ ഫോൺ യൂസ്, എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ശരിക്കും സ്ലീപ്പിനെ ശരിക്കും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. സ്ലീപ്പ് ഹൈജീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ്, അവർക്ക് മൊബൈൽ യൂസ് ചെയ്തു. കോവിഡിൻ്റെ സമയത്ത് ആ കുട്ടി യൂസ് ചെയ്ത് ക്ലാസ് കഴിഞ്ഞാലും ഈവനിങ്ങും 2 മണി വരെ ആ കുട്ടിക്ക് രാവിലെ നെക്സ്റ്റ് ഡേ 6 മണിക്ക് എഴുന്നേറ്റ് സ്കൂൾ ബസ് കയറി പോകേണ്ടതാണ്. 2 മണി വരെ ആ കുട്ടി മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനം ആ കുട്ടി ദേഷ്യപ്പെടുന്നു, അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. പേരൻസിന് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചോദിച്ചു വന്നപ്പോഴാണ് ആക്ച്വലി ഇതാണ് റിയൽ ഇഷ്യൂ. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ അഡിക്ഷൻ്റെ കാര്യം, സ്മാർട്ട് ഫോൺ അഡിക്ഷൻ വേറെ ടോപ്പിക്കാണ്. എങ്കിൽ പോലും കൂടി ഇപ്പോൾ ഓട്ടിസം, ഡിജിറ്റൽ ഓട്ടിസം ആയിട്ട് കാണുന്നുണ്ട്. അതായത് ചില ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികളിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഈ ടിക്കാണ് എപ്പോഴും. സോ അങ്ങനെയുള്ള ചില ബിഹേവിയറൽ പ്രോബ്ലംസ് വരെ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷനും കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം അലാമിംഗ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തീവ്രത. ചെറിയ പിള്ളേർ നമ്മൾ നോക്കുന്ന സമയത്തെ നമ്മുടെ ഒരു
പണിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫോൺ കൊടുക്കും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യം, ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡിക്ഷൻ നമുക്ക് ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്തായിരിക്കാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ സ്ക്രോളിംഗ് ആണ്, കാരണം റീൽസ് അല്ലേ, അതിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പം അത് നമ്മൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചേഞ്ചസ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ ഇത് അവനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു 8 hour സ്ലീപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സ്ലീപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഫങ്ഷൻസിനെ, നമ്മുടെ കോൺസെൻട്രേഷനെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ക്വാളിറ്റി ഓഫ് ലൈഫ് അതുപോലെ ഡൗൺ ആയി പോകും. പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി എല്ലാം ഡൗൺ ആയി പോകും. ഒരു കേസ് വന്നത് ഇങ്ങനെയാണ്, കുട്ടികളാണ്. കുട്ടികളുടെ കേസ് വന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, ആഫ്റ്റർ കോവിഡ് ആൻഡ് ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ പഠിക്കാൻ പറ്റില്ല. റീസൺ ഇങ്ങനെ ചോദിച്ചതിന് ശേഷമാണ് പറയുന്നത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മെസ്സേജ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് നിർത്താൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. നമുക്കിത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രാജുവലി അത് നമ്മൾ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഡിറ്റോക്സിന്റെ ഭാഗം തന്നെയാണ് ഗെയിമിംഗ് ഇഷ്യൂസ്. ഗെയിമിംഗ് അതുപോലെ അലാമിംഗ് ആണ്. ഗെയിമിംഗ് കാലത്ത് സെൽഫ് എസ്റ്റീം നശിച്ചു പോകുന്നവരും ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതായി പോകുന്നവരും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വലിയൊരു തലമുറ ക്രിയേറ്റ് ചെയ്യും. കാരണം തോൽക്കുന്നവർക്ക് അവിടെ മരണമാണല്ലോ. നെഗറ്റീവ് ബിഹേവിയറൽ പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യുന്നത്, സീരിയസ്ലി ഒരാളെ കൊല്ലുന്നത്, ഒരു ബുള്ളിങ്, അതൊക്കെ വളരെ കോമൺ ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സെൽഫ് കെയറിന്റെ ഒരു ലോങ് ലിറ്റിനുണ്ട്. നമ്മളത് വളരെ അങ്ങായിട്ട് നിങ്ങൾ തൊടാനേ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യം ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡ് ഹാബിറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം 3 to 1 ഭാഗം കൂടെയാണ് ഫുഡ് ഹാബിറ്റ്സ്. അതെ. ശരിക്കും ഫുഡ് ഹാബിറ്റ്സ്, ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. ഒട്ടേറെ സ്റ്റഡീസ് ന്യൂട്രീഷനും മെന്റൽ ഹെൽത്തും തമ്മിൽ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് വഴി കൂടുതലും യുവാക്കള് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് വഴി ശരിക്കും അവരുടെ നോർമൽ ഫങ്ഷൻസ്, ബ്രെയിൻ ഫങ്ഷൻസിനെ വരെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് എന്നാണ്. പുതിയൊരു ടെർമിനൽ മിഡ് നൈറ്റ് സ്നാക്കിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു ടെർമിനോളജി യൂത്തിനിടെ വരുന്നുണ്ട്. അതായത് അവര് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനൊക്കെ കിടന്നിട്ട് ഒരു 11-12 വണ്ടി എടുത്ത് പുറത്തു പോയി, കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തു പോയി മിഡ് നൈറ്റ് സ്നാക്കിംഗ്, ചായ കുടിക്കാൻ പോകുന്നതാണ് അവരുടെ ഉദ്ദേശിച്ചത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചായ കുടിച്ച് പിന്നെ അടുത്ത് ഉറങ്ങാൻ പറ്റില്ല. അത് ഈ സ്ലീപ്പ് ഹൈജീനിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതെ, സ്റ്റിമുലൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാം. അതെ, ഇത് കഫിനൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും 2-3 മണിക്കൂറൊക്കെ വീണ്ടും സ്ലീപ്പിന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. അങ്ങനെയുള്ളത് പ്രോപ്പറായിട്ട് രാവിലെ ഒരിക്കലും ഒരു ഫംഗ്ഷനിങ് പറ്റില്ല. വർക്ക് ചെയ്യും, രാവിലെ എഴുന്നേറ്റ് പോയി, പക്ഷെ അതെല്ലാം ഡിസോർഡർ ആയിരിക്കും, ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ 8 മണിക്കാണ് ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു 12 മണി 1 മണിയാകുമ്പോഴത്തേനും വിശന്നിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ വിശന്നിട്ട് എണീക്കുന്ന മക്കളുണ്ട്. അങ്ങനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വിശപ്പാണ്. അപ്പോൾ അവർ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും നോർമൽ സ്റ്റേറ്റിലേക്ക് പോവാണല്ലേ, അത് അവരുടെ സ്ലീപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡ് പാറ്റേൺ ഫോളോ ചെയ്യണം എന്നുള്ളത് ഏറ്റവും മാൻഡേറ്ററി ആണ് മെന്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും. സെൽഫ് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ നമ്മുടെ ഒരു റെഗുലർ ഷെഡ്യൂള് ലൈഫിൽ ഉണ്ടാവുക, ഒരു ടൈം ടേബിൾ ഉണ്ടാവുക, ഫോളോ ചെയ്യാനും സ്റ്റഡിക്കും എല്ലാത്തിനും. അതെ. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, ടീച്ചറെ തുടങ്ങി വെച്ചിരുന്നു, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്. സ്പിരിച്വാലിറ്റിയൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ കളിയാക്കും, ശ്വാസം എടുക്കൂ, ശ്വാസം വലിക്കൂ. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ട്, വെബ് സീരീസിലൊക്കെ കണ്ട് ഒരു ഫണ്ണായി പോയി. പക്ഷേ ഇതൊരു മെന്റൽ ഹെൽത്തിനും സ്പിരിച്വൽ ഹെൽത്തിനും ഒക്കെ ഭയങ്കര അൾട്ടിമേറ്റ് സാധനം എന്നുള്ളത് നോബഡി റെക്കഗ്നൈസ് ഇറ്റ്. ഇപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസിന്റെ പോസിബിലിറ്റീസ് ഒന്ന് സാറിന് പറയാമോ? ബ്രീത്തിങ് എക്സസൈസിന് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ബോക്സ് ബ്രീത്തിങ്, അതുപോലെ ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അത് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് അതിന്. എന്നാലും മെയിനായിട്ട് ഇപ്പം ശരിക്കും ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, 1 to 3 seconds ഹോൾഡ് ചെയ്യുക, പതിയെ റിലീസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ടെക്നിക്സ്. പിന്നെ ഗൈഡഡ് ഇമേജറീസ്, JPMR, അതായത് പാദം മുതൽ തല വരെയുള്ള കാര്യം, പിന്നെ ഓരോ മസിൽസിനെയും റിലീസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് റിലീസ് ചെയ്ത് ചെയ്യുന്ന ടെക്നിക്സ്. അതൊക്കെ നമ്മുടെ ഈ ഒരു സെൽഫ് കെയർ വളരെ കൂട്ടുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓരോ ആൾക്കാരും അവരവരുടെ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ലൈഫിനൊരു വാല്യൂ
കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ലൈഫിനെ കുറിച്ച് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെൽഫ് കെയർ കുറയ്ക്കുന്നത്. ഐ ആം സംബഡി, ഞാനൊരു വർത്തി പേഴ്സൺ ആണെന്നുള്ളത്. നമ്മൾ പണ്ട് പിള്ളേരെ ധ്യാനങ്ങൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഐ ആം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന സാധനം പ്രസന്റ് ചെയ്യുമായിരുന്നല്ലോ. അപ്പം എല്ലാവരും പിന്നെ ഓരോ ഇൻഡിവിജ്വൽസും അതിൽ തന്നെ വാല്യൂഡ് ആണ്. അവർക്കൊരു വർത്തുണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ട്. സോ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് നമ്മുടെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ഉണ്ടല്ലോ, സെൽഫ് ആക്ച്വലൈസേഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെ. സോ അതിലേക്ക് എത്തുന്ന ഒരു കാര്യമായിരിക്കണം എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സ്ട്രൈവിംഗ് ആയിരിക്കണം ഇപ്പോൾ ലൈഫിൽ. അതിന് ഹെൽപ്ഫുൾ ആയ ഒരു സെൽഫ് കെയർ മെത്തേഡാണ് ജേണൽ റൈറ്റിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അതായത് നിങ്ങൾക്കുള്ള നന്മകളെ പറ്റി, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എഴുതിക്കൊണ്ടിരിക്കുക, ഡെയിലി റൈറ്റ് ചെയ്യുക. സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. അച്ഛൻ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് ആർക്കും, കുട്ടിക്കും മുതിർന്നവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന പല പഠനങ്ങളും എൻ്റെ ന്യൂറോളജിക്കൽ സ്റ്റഡീസൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുന്നവരിൽ നടത്തിയതിൽ അവരുടെ ബ്രെയിനിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം അന്ന് സംഭവിച്ച ചെറുതായാലും വലുതായാലും ഒരു 3 നല്ല സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മളൊരു ഹാബിറ്റ് സെറ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേനും അവരുടെ ആ അപ്രോച്ചിൽ ആ ഒരു പ്ലസൻനെസ്, ഹാപ്പിനെസ് ഉണ്ടാവും. അത് ശരിക്കും അവർക്കൊരു പാറ്റേണായിട്ട് മാറ്റാൻ പറ്റുമായിരുന്നു. നമ്മള് നന്ദിയുള്ളവരാകും, നമ്മൾ ചുറ്റും നന്ദിയോടെ നോക്കാൻ തുടങ്ങും. നമ്മൾ ഭയങ്കര ഒരു ഡിഫറൻസ് ഉറപ്പായിട്ട്. ഇപ്പോൾ ചുമ്മാ ഒന്ന് വീടിനെ പറ്റി തന്നെ ഓർത്താൽ മതി നന്ദിയോടെ. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഫ്രണ്ട്സ്, നമുക്ക് ഇല്ലാത്തതിനെ പറ്റി നമുക്ക് പരിഭവങ്ങളാണല്ലോ. ഉള്ളതിനെ പറ്റി ചുമ്മാ ഒന്ന് കമന്റ് തുടങ്ങി കഴിഞ്ഞാൽ ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർക്കും അങ്ങനെ ഈ ആങ്സൈറ്റി ഉള്ളവർക്കും കൂടെ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഈവൻ നമ്മുടെ ശ്വാസം പോലും ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. മനസ്സിലാക്കേണ്ടത് നമ്മൾ അതെ ICU അതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഒരു ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ശ്വാസം മേടിക്കുന്നത്. തീർച്ചയായും. അപ്പൊ അതുപോലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബ്രീത്തിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തെറാപ്പികളിൽ. കാരണം ബ്രീത്തിങ് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നും വാല്യൂ ഉള്ളതാണെന്നും മനസ്സിലാക്കി വരണം എന്നുള്ളതാണ്. ബ്രീത്തിങ്ങിന്റെ ഒപ്പം നമ്മൾ മൈൻഡ്ഫുൾനെസ്, ബ്രീത്ത് ഫോക്കസ് ചെയ്യുക. 1 മിനിറ്റ് നമ്മൾ ബസ്സിലായാലും ട്രെയിനിലായാലും യാത്രയിലായാലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമ്മൾ ഒരു 1 മുതൽ 3 മിനിറ്റ് വരെ നമ്മുടെ നോർമൽ സ്വാഭാവികമായിട്ടുള്ള ബ്രെത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ മൈൻഡ്ഫുള്ളായി നമ്മൾ സെൽഫ് അവയർനെസ് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും. ഒത്തിരി മാറ്റങ്ങളാണ് അതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ്, നമ്മൾ കഴിക്കുന്ന കാര്യമായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ മൈൻഡ്ഫുൾനെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമ്മൾ വായിൽ വെക്കുന്നത് മുതൽ അത് അറിഞ്ഞു കഴിക്കുക. പല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്, പതിയെ സ്ലോ ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുന്ന സാധനം അതിൻ്റെ ടേസ്റ്റ് എല്ലാം നമ്മൾ അറിഞ്ഞ് നമ്മുടെ ഒരു പ്രോസസ് എല്ലാം പല വീടുകളിൽ ഇപ്പം TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതി അപകടകരമായ ഭക്ഷണശൈലികളാണ്. അതെ, അവിടെയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഈ സെൽഫ് കെയറിന്റെ കുറേ ഏരിയകളുണ്ട്, നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, സംസാരിക്കാൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പുറത്തൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ റിലാക്സേഷൻ ആയിട്ട് വേണമെങ്കിൽ മ്യൂസിക് കേൾക്കുക, യാത്ര ചെയ്യുക, അങ്ങനെ കുറേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഇതെല്ലാം ഒരു ദൈവം തന്ന സാധ്യതകളാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്ക്, ദൈവത്തിൻ്റെ നിശ്വാസം നിക്ഷേപിക്കപ്പെട്ട നമുക്ക് ഈ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. സാധാരണ പറഞ്ഞ നമ്മൾ വർത്തിയാണ്. നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ് ദൈവം പറഞ്ഞേക്കുന്നത്. അത്രയും ദൈവം മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട എനിക്ക് എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിയ മുഴുവൻ. അപ്പോൾ നമുക്ക് ഈശോ എങ്ങനെ സെൽഫ് കെയർ ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈശോയേക്കാൾ മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ പഴയ നിയമത്തിലെ സാവൂളുണ്ട്. പഴയ സാവൂളിൽ ആദ്യത്തെ രാജാവ് ദൈവം കൊടുത്ത ഈ സാവൂളും ചില സമയത്ത് ഇങ്ങനെ ബാധ കയറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. സാവൂളിന് ബാധ കയറുമ്പോഴൊക്കെ സാവൂള് പാട്ട് പാടാൻ കൊണ്ട് നിർത്തിയ ആളായിരുന്നു ദാവീദ്. നല്ല സ്പിരിച്വലായ മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്നത്, ചുമ്മാ ഒക്കെ ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഈ ഓൾ സൈൻസ് ലിറ്റിൻ കേൾക്കണം, നല്ല രസം, അല്ലെങ്കിൽ ചാൻറ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ട് പോകുന്നതൊക്കെ തന്നെ ഭയങ്കര ഹീലിംഗ് ആണ്. അതുപോലെ തന്നെ ഈശോയുടെ കുറച്ച് നല്ല രസകരമായ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച സാധനങ്ങളൊക്കെയാണ്. ഒരെണ്ണം ഞാൻ ലാറി ബത്തിൻ്റെ ജീസസ് ഇൻ ബ്ലൂ ജീൻസ് വായിച്ചതാണ്. ഈശോ മൂളിപ്പാട്ട് പാടുമായിരുന്നു.
ഈശോയുടെ കൊപ്പി മെക്കാനിസം എന്ന് പറയുന്നത്. നല്ല രസകരമായിരുന്നു. ഈശോ മൂളിപ്പാട്ട് പാടും. അത് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ ഏറ്റവും സ്ട്രെസ്സിലൂടെ കടന്നുപോയ സമയമായിരുന്നു. ഈശോ അന്ത്യത്താഴം കഴിച്ചതിന് ശേഷം അവർ ആ നദി മുറിച്ച് കടന്ന്, കെദ്രോൻ നദി മുറിച്ച് കടന്ന് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി. ഈശോ മരിക്കാൻ വേണ്ടി ഈശോയ്ക്ക് അറിയാം ഇത് കഴിയുമ്പോൾ ഒരുത്തൻ എന്നെ ഒറ്റക്കൊടുക്കും, ഒരുത്തൻ എന്നെ തള്ളിപ്പറയും, ബാക്കി എല്ലാവരും. അപ്പോൾ തിരുവചനം പറയുന്നുണ്ട് അവൻ സ്തോത്രഗീതം പാടിക്കൊണ്ട് പോയെന്ന്. സ്തോത്രഗീതം, നന്ദിയുടെ ഗീതം പാടിക്കൊണ്ട്, സാംസ്, സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഈശോ പോയെന്ന്. ഈശോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എവിടെ പോകുന്നതായിരുന്നു? അപ്പൻ്റെ അടുക്ക് പോയി അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരുന്നു. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിരുന്നു ഈശോയുടെ. ഈശോ എല്ലാ ദിവസവും പോയി നന്ദി പറയുന്നു, ആ ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ആലോചിക്കും, ഈ 12 വെകിളി പിടിച്ച ശിഷ്യന്മാർ, ഇവരുടെ കൂടെ ചിന്ന ചുറ്റുപാടും തെറി പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു സമൂഹം, നിയമജരും കുറ്റം, ഇവരുടെ ഇടയ്ക്ക് സമാധാനത്തോടെ നടന്ന് 10 അത്ഭുതം ചെയ്യണമെങ്കിലും 10 കാര്യം പഠിപ്പിക്കുന്നെങ്കിലും എന്തോരം ഒരു ശാന്തത വേണം. ഇത് കിട്ടിക്കൊണ്ട് രാവിലെ വൈകുന്നേരം കൃത്യമായിട്ട് പോയി ഇറക്കി വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. രാവിലെ പോയി ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും വൈകുന്നേരം പോയി ഇറക്കി വെക്കാനും. ഈശോയുടെ ഏറ്റവും വലിയ ക്രൈസിസ് മൗമെന്റ് ഉണ്ട് ഗെത്സമൻ തോട്ടം. അവിടെ വെച്ചാണ് മരണം മുൻപിൽ കാണാണ്. അപ്പോഴാണ് ഈശോ എല്ലാം സംശയിച്ചു പോവുകയാണ്. എവിടെ പിതാവായ ദൈവം, എവിടെ തൻ്റെ മിഷൻ, എവിടെ? ആ സമയത്ത് അവൻ കൃത്യമായിട്ട് ഈശോയ്ക്ക് സംഭവിച്ച ഹീമറ്റോഹൈഡ്രോസിസ് എന്ന ഒരു സിറ്റുവേഷൻ, ഫിനോമിനാണ്. അതായത് അവൻ്റെ വിയർപ്പ് തുള്ളികൾ അത് കൺവേർട്ട് ചെയ്ത് രക്തമായിട്ട് മാറി. ആർക്ക് സംഭവിക്കാവുന്ന കാര്യം അത്. അതായത് ചെറിയ രക്തധമനികൾ പൊട്ടി അകത്തുനിന്നുള്ള രക്തം തൊലിപ്പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. ഏറ്റവും ഹൈപ്പർ ടെൻസീവായ മൊമെന്റിൽ ആർക്ക് സംഭവിക്കാവുന്ന കാര്യം. ഈശോയ്ക്ക് അത് സംഭവിച്ചു. അത് കഴിഞ്ഞ് അന്നേരം ഈശോ വിളിക്കുന്ന അപ്പ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കാണ് തിരുവചനം പറയുന്നത് ഈശോയെ സഹായിക്കാനായി മാലാഖമാരെ അവൻ അയച്ചു. നമുക്ക് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് എന്തോരം നമ്മൾ ബീങ് എ കാത്തലിക് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റികളുടെ അനന്ത സാധ്യതയാണ്. രാവിലെ ഉള്ള പേഴ്സണൽ പ്രെയറും കുർബാനയും ജപമാലയും അഡോറേഷൻ, എന്തോരം അഡോറേഷൻ സെൻറ്റേഴ്സൊക്കെ നമുക്കവിടെ പോയി ഇരുന്ന് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള AC റൂമിലിരുന്ന് കർത്താവിനെ ആരാധിക്കാൻ മാത്രം സൗകര്യങ്ങൾ, എത്ര സിറ്റികൾ സെറ്റ് വെച്ചേക്കുന്നത്. ഇതെല്ലാം സെൽഫ് കെയറിന് ഏറ്റവും വലിയ സെൽഫ് കെയർ ആണ് കൺഫെഷൻ. കർത്താവിന് മുമ്പിൽ പോയിരുന്നത് എല്ലാം തുറന്ന് ഒരു വിധിവാചകവും ഇല്ലാതെ 1-on-1 ഇരുന്ന് കർത്താവ് കേട്ട് പോടാ മോനെ ഒരു പ്രശ്നമില്ല, ഒരു നന്മ എന്നിട്ട് ബുക്കോ എന്ന് പറഞ്ഞു വിടാൻ മാത്രമുള്ള ഭയങ്കര സ്നേഹവും കരുണയുമുള്ള ഒരു സെൽഫ് കെയർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്കുള്ള വലിയ സുവിശേഷമാണ് ഈ സെൽഫ് കെയർ. ഫൈൻഡ് യുവർ വേ. നിങ്ങൾക്ക് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള സെൽഫ് കെയർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾ ഉത്തരവാദിത്വം തന്നെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് അതിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചതിനും ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിതം തന്നതിനും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ അനേക വഴികൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചെന്ന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രശ്നവും ഒന്നിൻ്റെ അവസാനം അല്ലെന്നും, ഒരു സഹനവും ഒരു ദുഃഖവും അത് ഞങ്ങൾക്ക് ഒന്നിൻ്റെ അവസാനം അല്ലെന്നും, എല്ലാത്തിനും മുൻപിൽ നീ ഞങ്ങൾക്ക് മറ്റു വാതിലുകൾ തുറന്നു വെച്ച് ഞങ്ങൾ കാണുന്നു. പക്ഷേ നിന്നെപ്പോലെ പ്രാർത്ഥിക്കുവാനും, നിന്നെപ്പോലെ അപ്പൻ്റെ ഒപ്പം ഇരിക്കുവാനും, നിന്നെപ്പോലെ സഹായങ്ങൾ ചുറ്റുപാടുന്ന് ചോദിച്ച് വാങ്ങിക്കുവാനും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും, ഞങ്ങളെ തന്നെ എല്ലാ ദിവസവും നവീകരിക്കുവാനും, എല്ലാ ദിവസവും ഞങ്ങളുടെ ശരീരത്തിനെ, ആത്മാവിനെയും മനസ്സിനെയും സൗഖ്യപ്പെടുത്തുവാനും സഹായിക്കണമേ. കർത്താവേ, ഈ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന, നിരാശയിലൂടെ കടന്നു പോകുന്ന, ജീവിതം മടുത്തു എന്ന് വിചാരിക്കുന്ന എല്ലാ യുവജനങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സ്വർഗത്തിന് ശക്തി അവരെ സ്പർശിക്കട്ടെ, അവരെ സൗഖ്യമാക്കപ്പെടട്ടെ. അവർക്ക് ഒത്തിരി സ്വപ്നവും പ്രതീക്ഷയും ജീവിതത്തിന് അർത്ഥവും ലഭിക്കട്ടെ. അമ്മ മാതാവേ, പ്രത്യേകമായിട്ട് അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളുടെ യുവജനങ്ങളെ മുഴുവൻ പൊതിഞ്ഞു പിടിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അവസ്ഥ പിതാവിൻ്റെ പ്രത്യേകിച്ച് കാവൽ മാലാഖമാരുടെയും സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്